നമസ്കാരം. അരി വാങ്ങാൻ റേഷൻ കടയിൽ ക്യൂ നിൽക്കണം. മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കും. സർക്കാരിന്റെ പുതിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം കഴിഞ്ഞ 9 വർഷക്കാലങ്ങളായി കേരളത്തില് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടും അതൊന്നും ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതേ അല്ല എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോയ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഒരു സന്തോഷ വാർത്തയാണ്. കാരണം മദ്യപിക്കുന്ന 99% പേർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സർക്കാരിന്റെ ബുദ്ധിപരമായ നീക്കം എന്നേ ഇതിനെ പറയാൻ കഴിയൂ. കാരണം 99% മദ്യപാനികളായ ജനങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതോടൊപ്പം ആ മദ്യപിക്കുന്ന ആളുകളുടെ ഓരോ വോട്ടും കൃത്യമായി അവരുടെ വെള്ളം കൂടി മുട്ടിക്കാത്ത സർക്കാരിന് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യമായി ഇപ്പോൾ കരുതുന്നത്. അതേസമയം നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയാൽ അതിൽ ക്ഷുഭിതരാകുന്നത് വീട്ടമ്മമാരാണ്. ആ വീട്ടമ്മമാർക്ക് സാധന സാമഗ്രികളുടെ വില വർധനവിൽ മാത്രമേ ദേഷ്യം വരാൻ സാധ്യതയുള്ളൂ. അതേസമയം മദ്യം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരുന്നത് 99% വരുന്ന പുരുഷ കേസരികൾക്കാണ്. അതിൽ ഇപ്പോ അടുക്കളയിലെ കാര്യം പറഞ്ഞു വന്നാൽ അത് കൂടുതലായി ബാധിക്കുന്നത് സ്ത്രീ ജനങ്ങളെയാണ്. ഈ സ്ത്രീ ജനങ്ങൾ ആകട്ടെ അവർ ഇപ്പോ ഒരു സാധനം വറുക്കുവാനോ പൊരിക്കുവാനോ അടുക്കളയിൽ ഏതൊരു കറി വയ്ക്കുന്നതിന് വേണ്ടി കടുവറുക്കാൻ പോലും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയ്ക്ക് മുകളിൽ എത്തിയിട്ട് പരിഭവമില്ല, പിണക്കമില്ല, യാതൊരുവിധ പരാതികളുമില്ല. അതേസമയം 24 രൂപയിൽ കിടന്ന അരി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ 24 രൂപയിൽ കിടന്ന അരി ഇന്ന് 69 രൂപയിലേക്ക് എത്തിയിട്ടും 70 രൂപയിൽ എത്തിയിട്ടും ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുടെ അരിയുടെ വിലയാണ് ഞാൻ പറഞ്ഞത്. എത്തിയിട്ടും ആർക്കും പരിഭവമില്ല, പരാതിയില്ല. വില ഇനിയും വർദ്ധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് തരുന്ന മനോഹരമായ ഇരുട്ടടികൾ അനവധിയാണ്. അതിൽ ഇപ്പോ കറണ്ടിന്റെ ചാർജ് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. പണ്ട് പൈസ കൂട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, ജനകീയ പാർട്ടി എന്ന് പറയുന്ന നേതാക്കൾ, ആ ജനങ്ങൾ അവരൊക്കെ ഇന്ന് കറണ്ടിന്റെ പൈസ കൂട്ടി. ഇപ്പൊ നമ്മുടെ കറണ്ടിൽ 10 പൈസ കൂട്ടിയെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ആ 10 പൈസയിൽ ഒരു മാസം സർക്കാരിന് കിട്ടുന്ന വരുമാനം 1000 കോടി രൂപയാണ്. ആ 1000 കോടി രൂപ സർക്കാരിന് കിട്ടുമ്പോൾ അതിൽ 1% സാധാരണ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറല്ല. ഇപ്പോ കേരളത്തില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ 1000-ഓളം കോടി രൂപ അത് എവിടെ പോയി എന്നുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് പോലുള്ള കരുതൽ ധനമാണ്. ഈ കരുതൽ ധനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്യാഷ് മുഖ്യമന്ത്രിക്ക് പോലും എടുക്കാൻ കഴിയില്ല. എന്തെന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഒരു അടിയന്തര ഘട്ട സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, എപ്പോഴെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ട ഒരു തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ തുക. ആ തുക പോലും വകമാറ്റിയിട്ട് കേരളത്തിൽ ആരും ചോദിക്കാനില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഭരണത്തെ നിങ്ങൾ ചിന്തിക്കണം. നേരെയാണോ പോകുന്നതെന്ന് ആലോചിക്കണം. ഈ ചിന്ത മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അടുത്ത ഭരണം ഉറപ്പായും മാറി വരും. അതിനുള്ള സാധ്യതകളേറെയാണ്. ഏതൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും, ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്താലും, ഏത് മെത്രാന്റെ അരമന സന്ദർശിച്ചാലും ശരി, യു വിൽ പേ ഫോർ ഇറ്റ്. നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. സ്റ്റീഡ്ലി റിസോൾട്ട് ടു ഫൈറ്റ് ഫ്രം ദി ഗ്രേസ് എന്ന് പറയുന്ന ആപ്തവാക്യം ഞാൻ ഓർമ്മിക്കുകയാണ്. തോളിലിരുന്ന് ചെവി തിന്നുമ്പോൾ ഓരോ ഭരണകർത്താക്കളും നിങ്ങൾ ഓർമ്മിക്കണം, അത് നിങ്ങൾക്കുള്ള തിരിച്ചടിയായി വരും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ജനങ്ങളെ മറന്നുള്ള ഭരണം എപ്പോഴും ആപത്താണ്. അത് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇങ്ങറ്റമുള്ള കറണ്ട് ബില്ല് വരെ ആരെയും, ഒരു ഡിപ്പാർട്ട്മെന്റിനെയും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. റേഷൻ കടയിൽ ഭക്ഷണത്തിന് വേണ്ടി, വിശപ്പിന് ഉള്ള അന്നത്തിന് വേണ്ടി റേഷൻ കടയിൽ ക്യൂ നിൽക്കുമ്പോൾ മദ്യം ഓൺലൈനായി വീട്ടിൽ സൗജന്യമായി എത്തിക്കാൻ കാണിക്കുന്ന സർക്കാരിന്റെ മനസ്സിന് നന്ദി, നമസ്കാരം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാര്യങ്ങൾ നമുക്ക് പ്രതികരണം, അത് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, നമുക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു മമതയില്ല. പ്രത്യേകിച്ച് ഈ ചാനൽ, ഈ വാർത്ത വായിക്കുന്ന എനിക്ക് യാതൊരുവിധ മമതയുമില്ല. ആര് തെറ്റ് കാണിച്ചാലും പറയും. സ്വന്തം പിതാവാണെങ്കിലും കാണിക്കുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.